ഗായ്സ് അപ്പൊ അച്ഛൻ നമ്മള് ചുമ്മാ കറങ്ങാൻ പോയപ്പോ എന്തൊക്കെയോ കണ്ടെന്നും പറഞ്ഞ് വണ്ടി തിരിക്കാൻ പോവാന്ന്. എന്താണെന്ന് അറിയത്തില്ല. ഇവിടെ കുറെ പദങ്ങളൊക്കെ ഉണ്ട്. ഇത് സ്കൂളാണ് ഗായ്സ്, കോട്ടൻസ്. ഞാവൊക്കെയാണ് ഗായ്സ്, ഞാവൊക്കെ അങ്ങനത്തെ കാൽക്കിലോ 80, കാൽക്കിലോ 90. കാൽക്കിലോ 80. ഞാറയ്ക്കാണ് ഞാറയ്ക്ക. ഞാവൊക്കെയാണ് ഗൈസ്. വലിയ ഞാവൊക്കെ. കാക്കിലോ മിനിമം കാക്കിലോ ആണോ? കൈ നിറയുന്നുണ്ട് അച്ഛൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് മഞ്ഞ കളർ ഞാവൊക്കെയാണോന്നുള്ളത് അറിഞ്ഞൂടാ. മതി മതി. ചെറുത് മതി കേട്ടോ. ഇതെന്താ വലിയ സൈസ്? ഇത് വലിയ സൈസ് വലുതായിരിക്കും. ഇതെവ്വളവ്? 90 രൂപ കാൽ കിലോ. ഇതിനെല്ലാം ഹൈബ്രിഡ് ഇരിക്കും അല്ലേ? ഞാൻ കാണിച്ചതാ. നമ്മൾ ഞാവയ്ക്ക വാങ്ങിക്കുന്നത് കുറെ നാൾക്ക് ശേഷം ഞാവയ്ക്ക കാണുന്നത്. നല്ല വലിയതാണ്. നമ്മൾ ചെറുതാണ് കാണിക്കുന്നത്. ചെറുതാണ് ചെറുതാണ്. അപ്പൊ ഇത് വൈദക്കാട് ജംഗ്ഷനൊക്കെ എത്തി. ശ്രീമൂലം ക്ലബൊക്കെ അവിടെ ഉണ്ട്. പോസ്റ്റ് ഓഫീസ് ആണ് ഗൈസ്. രസമാണ് ഗൈസ്. അപ്പൊ അച്ഛന്റെ ഓഫീസിലോട്ട് പോകാനുള്ള ഇടവഴിയൊക്കെ താണ്ട് എത്തിയിരിക്കുന്നു. അച്ഛൻ ഒന്ന് അതുവഴി പോവാമോ? ഇതാണ് ഗൈസ് അച്ഛന്റെ ഇടവഴി. ഗൈസ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ഒക്കെ എത്തിയിരിക്കുകയാണ്. പോലീസുകാരുടെ മെയിൻ ഓഫീസാണ്. ഗൈസ് വീതിയൊക്കെ എത്താറായി. ആൾക്കാരൊക്കെ നടന്നു പോകുന്നുണ്ട്. ഈ വൈബ് നല്ല രസമാണ് ഗൈസ്. ഈ സൈഡിൽ രാത്രി ആൾക്കാരൊക്കെ വന്ന് ആ ലൈറ്റൊക്കെ ഓൺ ആക്കുമ്പോൾ നല്ല രസമാണ്. ആ കാഴ്ചകളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ഇതുവരെയായിട്ടും പറ്റിയിട്ടില്ല. പറ്റുമോ നമ്മൾ ശ്രമിക്കുന്നുണ്ട് നന്നായിട്ട്. പറ്റുമെങ്കിൽ എടുക്കാം ഗൈസ്. ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട്. ഈ വൈബ് നല്ല രസമാണ് ഗൈസ്. നമ്മൾ സ്കൂളിൽ പോകുമ്പോ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. നമ്മളല്ല ഞാൻ. ഇതെന്തോ അതൊക്കെ വന്ന് കസേരയൊക്കെ എടുത്തിട്ടുണ്ട്. എന്റെ കുറെ ചിത്രങ്ങളൊക്കെ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വല്ല രാത്രി വല്ലതും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലത്ത് വല്ലതും പോകണമെന്ന് വിചാരിച്ച ഇവിടെ വന്നാൽ മതി. നല്ല രസമാണ്.
നമ്മളെ ഇതിന്റെയൊക്കെ അടുത്താണ് താമസിക്കുന്നത്. നല്ല രസമാണ് ഗൈസ്. അപ്പൊ നല്ല വ്യൂ ആണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യൂവിൽ അങ്ങനെ ഇട്ടത്. നല്ല രസമുണ്ട് ഗൈസ്. ഇവിടെ ഒരു ആംബിയൻസിന് പറ്റിയ സ്ഥലമാണ് ഗൈസ്. നല്ല പച്ചപ്പൊക്കെ കനകക്കുന്നാണ് ഗൈസ്. ഇത് ഫ്രണ്ടില് ബസ്സൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഒരു പാർക്കാണ് ഗൈസ്. അപ്പം ഇത് പാർക്കാണ്. ഇനി ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് ഇവിടെയൊക്കെ. വിദ്യാഭ്യാസം ഇപ്പൊ അങ്ങോട്ട് വന്നു. അപ്പൊ നമ്മള് ക്യാപ്റ്റൻ പാർക്ക് എത്തിയിട്ടുണ്ട്. ഉള്ളതാണ്. അപ്പൊ നമുക്ക് ഗൈസ് അപ്പൊ നമ്മൾ വന്ന സ്ഥലത്ത് മൊത്തം ചെളിയായി കിടക്കുകയാണ്. അവിടെ കയറാൻ നോക്കിയപ്പോ അവിടെ മൊത്തം ചെളിയാണ്. അപ്പൊ ഒന്നും പറ്റില്ല. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങളെ ഈ സാധനമൊക്കെ ഒന്ന് കാണിച്ചത് എന്തിനുള്ളതാണ്. അറിയായിരിക്കും എന്തായാലും വാങ്ങാത്ത ആൾക്കാർക്ക്. ഇതിങ്ങനെ ഷൂസ് ഊരണം. പക്ഷെ ഞാൻ ഊരാറില്ല. അപ്പൊ ഇങ്ങനെ ചവിട്ടി 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 പോയി ഇങ്ങനത്താണ് പോവേണ്ട സാധനം. അതായത് ഇതില് ചവിട്ടി കയറാനുള്ളതാണ്. അതെ, ഇങ്ങനെ കയറുക, ഇങ്ങനെ കയറുക. രണ്ടും ഒരു ലെഫ്റ്റാ. അതൊന്നും നമുക്ക് പേടിയൊന്നും. പിന്നെ ആ ചെയ്യും പോലെ നിങ്ങൾക്ക് ചെളി ചവിട്ടിയെ പൊക്കാം. കാരണം ഇവിടെ മൊത്തം ചെളികൾ. ഗൈസ് അപ്പൊ ഞാൻ ഇതുവരെ കയറാൻ വിചാരിച്ചു. ഇതിപ്പം നമുക്ക് ഇങ്ങനെ പോവാൻ ഭയങ്കര പാടാണ്. ഇത് തിരിച്ചു കയറി വന്നു. ആരോ താങ്ങാണ് പറ്റുന്നില്ല. പറ്റുന്നില്ല. താഴെത്തിയപ്പോ ആശ്വാസം ഉണ്ടായിരുന്നു. വേറെന്തോട്ട് പോകുന്നു. വേറെ ഹൈ ലെവൽസ് ഭയങ്കര പേടിയാണ്. താഴോട്ട് ഇറങ്ങട്ടെ. പറ്റൂല. അപ്പൊ ഞാൻ ഉള്ള ദൈവത്തിനെല്ലാം മനസ്സിലാക്കുന്നു. ഞാൻ വീഡിയോയുടെ കാര്യം കൊണ്ട് വിചാരിച്ചിട്ടാണ് ഗൈസ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പം ചാത്തായാണ്. ഗൈസ് അപ്പൊ ഈ ഊഞ്ഞാല് മൊത്തം നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കൈതാണുകൊണ്ട് ഞാൻ അത് നല്ലൊരു സ്ലൈഡാണ് ഗൈസ്. അത് സൂപ്പറാണ്. ഇവിടെ കൂടെ ഇറങ്ങി ഇവിടെ കൂടെ ഇറങ്ങാം. പക്ഷെ അവിടെ ഇറങ്ങാൻ പറ്റും. അത് ചെളിയാണ്. അപ്പൊ ഇമ്മാക്ക് ഇറങ്ങാൻ ഞാൻ അച്ഛൻ്റെ കൈ പിടിച്ചില്ല. ബിക്കോസ് അച്ഛൻ്റെ വലിച്ചോണ്ടുണ്ട്. അപ്പൊ ഈ സ്ലൈഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തി ഇറങ്ങാനുള്ളതാണ്. സീസൊക്കെ അവിടെയാണ്. നമുക്കൊന്ന് ചോദ്യം ഇറങ്ങാം. എന്തോ മിസ്സിംഗ് ആണല്ലേ. കുഞ്ഞാവൾക്കുള്ളതാണോ ഇടത്തല്ലേ? കുഞ്ഞാവൾക്കുണ്ടായിരുന്നു. കുഞ്ഞാവൾക്ക് കൊച്ചു പിള്ളേർക്ക് ഉണ്ടാക്കിയതാണ്.
ആയിരിക്കും. ഗായ്സ് ഇപ്പൊ ഗെയിം വീണ്ടും വൃത്തം ചെയ്തിരിക്കുകയാണ്. അച്ഛനാവും ഞാൻ എക്സുമാണ് ഗായ്സ്. അപ്പൊ ഞാനാണ് ആദ്യം കളി തുടങ്ങുന്നത്. ഈ എക്സ് ഇങ്ങോട്ട് വരണം. ആ അപ്പൊ ഒന്നാമതാക്കുകയാണ് ഗായ്സ്. ഓക്കെ ഗായ്സ്, ഞാൻ തന്നെയാണ്. ഗായ്സ് ഞാൻ ജയിച്ചു ഗായ്സ്. താഴെ നിനക്ക് താഴെ 3 എക്സ് ആയാൽ നോക്ക്. അപ്പൊ ഇപ്പുറത്ത് എന്തോ ആയിരിക്കും. നീയാണോ? നീ എക്സ് അല്ലേ? അയ്യോ ഗായ്സ് ഞാൻ തോറ്റി. അപ്പൊ ഒന്നും കൂടെ കളി നിർണ്ണയി. ഗൈസ് നല്ല വൈബുള്ള ഒരു സ്ഥലമാണ് ഗൈസ് ഇത്. നല്ല ആൽമഴയൊക്കെ ഉണ്ട്. നന്നായിട്ട് വൈബുള്ള ഒരു സ്ഥലമാണ്. ആർക്കെങ്കിലും ഭയങ്കരമായിട്ട് വലിയ പ്രശ്നമെല്ലാം വന്ന് നിന്ന് കൂളാവണമെങ്കിൽ ക്യാപ്റ്റൻ സ്മീ പാർട്ടി വന്നാൽ മതി. അടിപൊളിയാണ് ഇവിടുത്തെ ഈ വൈബാണ്. പക്ഷെ സ്റ്റപ്പും ചവറൊന്നും കണ്ട അതുപോലെ കുളത്തി വാരി ഇട്ട ആരെങ്കിലും കണ്ട എന്ന് വിളിച്ചോളൂ. കുറെ ചപ്പും ചവറും ഉണ്ട്. ഒരു ലേസിന്റെ ഉണ്ട്, ഫ്രൂട്ടിയുടെ ഉണ്ട്, മാഗിയുടെ ഉണ്ട്, കോള ഉണ്ട് ഗൈസ്. ഇതൊക്കെ മൃദുലമാവേണ്ടതാണ്. ഹിന്ദി ടീച്ചർ പഠിപ്പിച്ചതാ ഗൈസ്. അവിടെ ചെസ്റ്റ് നടക്കുന്നുണ്ട്. നമുക്കൊന്ന് പോയി കാണാം. ഇവിടെ വന്നാ മതി. ഗായ്സ് അപ്പം നമ്മളിവിടെ വന്നിട്ട് കുറച്ച് നേരമായി. നമ്മൾ വീട്ടിൽ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത് കുറെ സ്ഥലത്ത് പോകുന്നതാണ്. സമയമില്ല, ചിലപ്പോഴേ പോവൂ. നമ്മള് അച്ഛന്റെ വീട്ടിലോട്ട് പോവുകയാണ്. അതായത് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന അമ്മയുടെ വീട്ടിലാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്റെ അച്ഛമ്മയുടെ വീട്ടിൽ നല്ല കാറ്റൊക്കെ ഉണ്ട്. ഇവിടെ നല്ല വൈബാണ്. കുറെ ആൾക്കാർ പറയുന്നുണ്ട്. അതിലേക്ക് എന്തോ വൈബ്സുണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞില്ല. അതൊക്കെ വലിയ വൈബ്സാണ്. എന്ന് വെച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. ഇവിടെ സ്കേറ്റിംഗ് ചെയ്യാൻ ബോർഡൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ചെസ്സുകൾ ഇതുവരെയായിട്ട് നിന്നിട്ടില്ല. ഞാൻ സ്ലൈഡ് കളിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാനാ? അപ്പൊ നമ്മൾ ഇവിടുന്ന് ചെളിയായത്. ഓ ഗൈസ് അതൊന്ന് പോട്ടെ. അത് അവരൊക്കെ ഒന്ന് എക്സോ കളിക്കാൻ നിരങ്ങിയതാ. പിന്നെ ഗൈസ് നമുക്കൊന്നും ചെയ്യാനില്ലാത്തത് നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പൊ നമ്മൾ പോവാന്ന് വിചാരിച്ചപ്പോ ഈ ചെറിയ സ്കേറ്റിംഗ് തുടങ്ങി. അപ്പൊ നമുക്ക് ഇതൊന്നും കണ്ടിട്ട് പോവാം. കുറെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അപ്പൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. തിരക്ക് ഭയങ്കര കുറവായിരുന്നു. കൂടാതെ
എന്തോ വണ്ടിയൊക്കെ പോവാണ് guys. പക്ഷേ സൗണ്ട് കേട്ടത് ബൈക്ക് തൊട്ടില്ലാന്ന് പറ്റില്ല അങ്ങ് പോയതാണ്. ആംബിയൻസ് ആണ്. ഞാൻ ഇവിടെ ഒരു പ്രാവശ്യം എങ്ങാനോ വന്നിട്ടുണ്ട്. ഇത് രസമാണ് ഗൈസ്. ഞാൻ ഇന്ന് മഴയ്ക്ക് ചേർന്ന് വിചാരിച്ച് ആ മഴയ്ക്ക് കമ്മിയാണ്. ഇങ്ങോട്ടാണ് ഞാൻ അങ്ങോട്ടാണ്. പച്ചായൊന്നുമില്ല, ട്രൈ ചെയ്യ്. ശരിയെന്ന് അങ്ങനെ കമന്ന് കയറി അങ്ങ് പോ. അങ്ങനെ തന്നെ, അങ്ങനെ പിടിച്ച അങ്ങനല്ല, കാല് വെച്ച് കയറി അങ്ങനെ കയറിക്കോ. തവ വീണാലോ? ഇല്ല, പറ്റൂല. പറ്റും പറ്റും. ഇത് മൊത്തം പുല്ലിക്കു തോന്നിയതിന്റെ എന്തോ മുള്ളു പോലെ ഇരിക്കുന്നു. രണ്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ഭംഗിയുണ്ട്. അവിടെ വേറെ ഒന്നുണ്ട് ഗൈസ്. ഇവിടെ ഒന്നും അവിടെ ഒന്നും രണ്ടും ടിങ്സ് ആണെന്ന് തോന്നുന്നു. അയ്യോ ചാടി മാറ്റിക്ക്. അതാണ്ട് പോന്നു ഗൈസ്. അന്ന് നല്ല ഇതുണ്ട്. നല്ല അന്നാണ് ക്യൂട്ട് അന്നാലാണ്. എവിടെ പോയി? ഞാൻ പറഞ്ഞേ ഞാൻ എവിടെ മത്തി വന്നു കണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ വെച്ച് നോക്കട്ടെ. അതാണ്ടാ നല്ല മന്ദാക്കി പോയി വേഗം മാസം പോട്ടെ. അതല്ലേ ഫോട്ടോ എടുക്കണം. പോട്ടെ പോട്ടെ പോട്ടെ. നമ്മള് പ്ലാസ്റ്റിക് സ്റ്റീലും അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. അതൊക്കെ സ്പീഡിൽ പോയെങ്കിലും ഇറങ്ങി വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ അടിച്ച് വെച്ചേക്ക്. ബൈ ബൈ.